ായിരിക്കുമ്പോൾ അടിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. പകൽക്കാലത്തെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കാൻ സ്വർഗോടുന്ന് സഹായിക്കണമേ. സൺഡേ സ്കൂളിനായി സ്തോത്രം ചെയ്യുന്നു. അധ്യാപകർക്കായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെ കർത്താവ് ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ. വേൾഡ് സ്റ്റഡിക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവസാന്നിധ്യം അനുഭവിക്കാൻ സ്വർഗോടയങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന ആരാധനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമഹത്വം വെളിപ്പെടുന്ന പകൽക്കാലമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. സ്വർഗം സന്തോഷിക്കുന്ന പകൽക്കാലമായി തീരുവാൻ, സ്വർഗ്ഗദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന പകൽക്കാലമായി തീരുവാൻ, ബഹുദൂരം കേൾക്കുന്ന ആരാധന മുഴങ്ങുന്ന പകൽക്കാലമായി തീരുവാൻ, ദൈവിക വിടുതൽ അനുഭവിക്കുന്ന പകൽക്കാലമായി തീരുവാൻ സ്വർഗോടയങ്ങളെ സഹായിക്കണമേ. കർത്താവെ, സഭയാം കുടുംബങ്ങളെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ക്ഷീണങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനമായി സൗഖ്യം ബലവും കൽപ്പിക്കണമേ പ്രാർത്ഥിക്കുന്നതാ. കർത്താവ് ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് അനുഗ്രഹിക്കും സഹായിക്കും ചെയ്യണമേ ബലപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. വിവിധ പ്രായ വ്യത്യാസം എല്ലാവരെയും കർത്താവ് സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കുന്നു. കൃപയിൽ അവിടുന്ന് മറക്കണമേ പ്രാർത്ഥിക്കുന്നതാ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കൃപയിൽ അടിങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ദൈവകൃപ അനുഭവിച്ചെരുവാൻ സ്വർഗം വീണ്ടും സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈ ആലയം പരിസര സ്വർഗ്ഗദൂതന്മാരാൽ കാവൽ ചെയ്യണമേ. തിരികതമല്ലാത്ത ഒരു വ്യക്തി ഇവിടെ കടന്നു വരുവാൻ ഇടയാകരുത് പ്രാർത്ഥിക്കുന്നു. തിരികതമല്ലാത്ത ഒരു ശബ്ദം ഇവിടെ വരുവാൻ ഇടയാകരുത് പ്രാർത്ഥിക്കുന്നതാ. കർത്താവ് ഈ ബൗണ്ടറിയെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗദൂതന്മാരാൽ കാവൽ ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഹിതപ്രകാരമുള്ള എല്ലാവരും കർത്താവ് കൂട്ടിവരുത്തണമേ. തിരികതമല്ലാതെ ആരും കടന്നു വരുവാൻ ഇടയാകരുത് പ്രാർത്ഥിക്കുന്നതാ. കർത്താവിൻ്റെ സാന്നിധ്യം കൃപ അനുഭവിച്ചെരുവാൻ സ്വർഗ്ഗങ്ങളെ സഹായിക്കണമേ. കർത്താവ് ഇടങ്ങളോടൊപ്പം വിവിധ സ്ഥലങ്ങളെ കർത്താവിനെ ആരാധിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപ അനുഭവിപ്പാൻ എല്ലാവരും കർത്താവ് സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിവരമുള്ള കരങ്ങളിലേക്ക് ഇടങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രാർത്ഥന യാചനകെട്ടനായ സ്തോത്രം ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവസ്ഥലായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരം ഒരുക്കിയ വലിയ സ്നേഹത്തിനായ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. ഇന്ന് പകൽക്കാലം മറ്റൊരു വിഷയം അതിനോട് ഉള്ള ബന്ധത്തിൽ ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്പിരിച്വൽ ഗിഫ്റ്റ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ ദൈവഹിതമെങ്കിൽ സംസാരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ദാനം, പരിശുദ്ധാത്മാവിൻ്റെ വരം ഇതെന്താണ് എന്നതിനെക്കുറിച്ച് ദൈവമക്കളാകുന്ന നമ്മൾക്ക് വ്യക്തമായ അറിവുണ്ടെങ്കിൽ മാത്രമേ ആത്മീയ ശുശ്രൂഷ നമുക്ക് അത് അനുഭവിക്കുവാനും അതിൻ്റെ പൂർണ്ണത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനും ദൈവകൃപയിൽ നമുക്ക് മുന്നേറുവാനും കഴിയത്തുള്ളൂ. ആയതിനാൽ അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായ അത്യാവശ്യമായ കാര്യമായിരിക്കാൻ തന്നെയുമല്ല, ദൈവവചനം പറയുന്നു, ദൈവം ഓരോരുത്തർക്കും ദൈവം തൻ്റെ വരങ്ങളെ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ, എനിക്ക് ലഭിച്ചിരിക്കുന്നതായ വരം എന്താണ് എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ആർക്കാണ് ദൈവം വരങ്ങൾ നൽകുന്നത്, ദാനങ്ങൾ നൽകുന്നത്, എങ്ങനെ അത് പ്രാപിപ്പാൻ കഴിയും എന്നിത്യാദി കാര്യങ്ങളാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ ചിന്തിക്കുവാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുന്നത്. ഇതിലേക്ക് 1 കൊരിന്ത്യർ ലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് ആദ്യമായിട്ട് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരുള്ളതായ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുന്നതായ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് നമ്മളിവിടെ വായിച്ച് കേൾക്കുവാനിടയിൽ തീർന്നത്. സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാകരുതെന്ന് പറഞ്ഞേ? അറിവില്ലാത്തവർ ആകരുത് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ കൊരിന്ത് സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, മനസ്സിലാക്കുവാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കൃപാവരത്തിനും കുറവില്ലാത്തതായ സഭ എന്നാണ് കൊരിന്ത് സഭയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അവിടെ അരുതാത്തതും ആകാത്തതുമായ പല കാര്യങ്ങളും നടന്നതിനെക്കുറിച്ചും ഈ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അനവധിയായ ഡിവിഷൻസ് അവിടെ നടന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അധാർമികമായ കാര്യങ്ങൾ നടന്നതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം ആ സഭയിൽ നടന്നു. അപ്പോൾ തന്നെ പറയുകയാണ്, ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭ എന്ന് വിശേഷിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ആത്മാർത്ഥമായി പഠിക്കാം, ചിന്തിക്കാം. അതിന് നമുക്ക് ഏകാഗ്ര ഹൃദയത്തോട് ദൈവസ്ഥനിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ. പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവർ ആയിരിക്കരുത്. അടുത്ത ഭാഗത്ത് പറയുന്നു, നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോകുക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ
ആത്മവരങ്ങളെക്കുറിച്ച്, ആത്മദാനങ്ങളെക്കുറിച്ച്, സ്പിരിച്വൽ ഗിഫ്റ്റിനെ കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ, ആയതുപോലെ തന്നെ 14-ാമത്തെ അധ്യായം, ആയതുപോലെ റോമാലേഖനം 12-ാമത്തെ അധ്യായം, എഫേസ് ലേഖനം 4-ാമത്തെ അധ്യായം, ഈ അധ്യായങ്ങളിലൊക്കെ ആത്മദാനങ്ങളെക്കുറിച്ച്, ആത്മീയ വരങ്ങളെക്കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൗലോസ് ഈ ഭാഗത്ത് 4 മുതലുള്ളതായ വേദഭാഗങ്ങളിൽ പറയുന്നത് ആത്മീയ ഐക്യതയെക്കുറിച്ചുള്ളതായ കാര്യങ്ങളാണ്. കൊരിന്ത് സഭയിൽ ഉണ്ടായിരിക്കേണ്ടതായ ആത്മീയ ഐക്യതയെക്കുറിച്ചാണ് തുടർന്നുള്ളതായ വേദഭാഗങ്ങളിൽ ചില വാക്കുകളിൽ പറയുന്നത്. ആയതുപോലെ തന്നെ ആത്മീയ വരങ്ങളെക്കുറിച്ചും അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ സഭ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ, അത് ആരോഗ്യമുള്ളതായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം ഈ സഭയുടെ, ഈ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ആരോഗ്യമുള്ളതായിരുന്നുവെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ അത് ഫങ്ഷൻ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് സഭയ്ക്ക് യൂണിറ്റി ആവശ്യമാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആയതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ സഭയാകുന്ന ശരീരത്തിന് ഐക്യത ആവശ്യമായിരിക്കുന്നു എന്ന് പറയാണ്. യൂണിറ്റി ഡസ് നോട്ട് മീൻ യൂണിഫോമിറ്റി. അപ്പോൾ യൂണിറ്റി എന്ന് പറയുമ്പോൾ, ഐക്യത എന്ന് പറയുമ്പോൾ യൂണിഫോമിറ്റി എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ ആയിരിക്കും എന്നല്ല. യൂണിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ദൈവം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഏക ചിന്തയോട്, ഏക ആത്മാവോടെ, ഏക സ്പിരിറ്റിൽ ദൈവത്തെ ആരാധിക്കുക, അല്ലെങ്കിൽ ദൈവ സന്നിധിയിലായിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ യൂണിഫോമിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും എല്ലാ ശുശ്രൂഷയും ഒരുപോലെ ആയിരിക്കുമെന്നാണ് യൂണിഫോമിറ്റി എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒരുപോലെ ആയിരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതല്ല ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ സഭയിൽ വ്യത്യസ്തങ്ങളായ കൃപകളും വരങ്ങളും ഉണ്ട്. അതിന് അളവ് വ്യത്യാസമുണ്ട്. ഇനി വിശ്വാസത്തിൽ തന്നെ നമ്മൾക്ക് ഓരോരുത്തർക്കും എല്ലാവരും ഒരുപോലെയല്ല, തുല്യരല്ല. പലർക്കും വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും കുറവുള്ളവരുമുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണണം, എല്ലാവരെയും ഒരുപോലെ മനസ്സിലാക്കണം എന്നതാണ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നതെന്നറിയാമോ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ സഭയാകുന്ന ശരീരത്തിന് അത് ശരിയായി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ആരോഗ്യമുള്ള ഒരു ശരീരമായിരിക്കണം. ആരോഗ്യമുള്ള ശരീരമായിരിക്കണമെങ്കിൽ ആ എല്ലാ അവയവങ്ങളും ഒരുപോലെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതായിരിക്കണം. അതാണ് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പറയുന്നത്, നമ്മൾക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് ഐക്യത ഉണ്ടാകണം എന്നാണ് പറയുന്നത്. ഇനിയും ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ വായിച്ചു, നിങ്ങൾ ആത്മീയ വരങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരാകരുത്. ആത്മീയ വരങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരാകരുത്. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ പണ്ട് ജാതികളായിരുന്നപ്പോൾ ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോകുക പതിവായിരുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിൽ ചെന്ന് അവിടെ സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷം കേട്ടതിൻ്റെ ഫലമായിട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതായ വിശ്വാസികൾ, അവർ രക്ഷ എന്തെന്നുള്ളതായ കാര്യം, യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയെക്കുറിച്ച് അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആ രക്ഷയുടെ അനുഭവത്തിൽ പോകുവാനിടയായി തീർന്നു. എന്നാൽ പൗലോസിൻ്റെ അസാന്നിധ്യത്തിൽ അവരുടെ ആ സഭയിൽ പലവിധമായ കാര്യങ്ങൾ കടന്നുകൂടുവാനിടയായി തീർന്നു. അതിന് കാരണം എന്ന് പറയുന്നത്, അവർ മുമ്പ് ഊമ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു, ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോകുന്നവരായിരുന്നു. ഈ ഊമ വിഗ്രഹങ്ങൾക്ക് സംസാരിക്കുവാൻ കഴിയത്തില്ല, കേൾക്കുവാൻ കഴിയത്തില്ല, ഈ ആളുകളുടേതായ അവസ്ഥയെ മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അവയ്ക്ക് വായുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല. അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവ മണക്കുന്നില്ല, ഇങ്ങനെ പറയുന്നു. എന്നതുപോലെ ഈ ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പതിവായിരുന്നു ഈ വിശ്വാസികൾക്ക്. അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നോ, അനാചാരമായ കാര്യങ്ങൾ എന്തെല്ലാം, ജാതീയമായ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടായിരുന്നോ, അതെല്ലാം ഇവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. എന്നാൽ പൗലോസിൻ്റെ അസാന്നിധ്യത്തിൽ അങ്ങനെയുള്ള ജാതീയമായ പല കാര്യങ്ങളും ഇവർ കോപ്പി ചെയ്യുവാനിടയായി തീർന്നു. അപ്പോൾ കൊരിന്ത് സഭയിൽ ആത്മീയമായ ആ അനുഗ്രഹം, കൃപാവരം, വിവിധങ്ങളായ വരങ്ങളും കൃപകളും ദാനങ്ങളും ഒക്കെ ദൈവം നൽകിയപ്പോൾ അത് പരിജ്ഞാനത്തോടു കൂടെ കൈകാര്യം ചെയ്യുവാനുള്ളതായ അറിവ് അവർക്കില്ലായിരുന്നു എന്നതാണ് കൊരിന്ത് സഭയുടേതായ ഒരു പ്രധാനപ്പെട്ടതായ പരാജയം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക,
ദൈവം നമുക്ക് ദാനങ്ങളും കൃപകളും ഒക്കെ തരുമ്പോൾ അത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്, അത് പരിജ്ഞാനത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തതെന്ന് അറിയുമോ? ദൈവം നമുക്ക് കൃപകളും വരങ്ങളും ദാനങ്ങളും തരുന്നത്. എന്നാൽ കൊരിന്ത് സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവർക്ക് ദൈവം ദാനങ്ങളെ കൊടുത്തു, എന്നാൽ ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ പരിജ്ഞാനത്തോടു കൂടി ഉപയോഗിക്കണം എന്നതായ അറിവ് കൊരിന്ത് സഭയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യരുത്? ആത്മീയ വരങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരാകരുത്, നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളതായ പരിജ്ഞാനം ഉണ്ടാകണം എന്ന് പറയുന്നു. അപ്പോൾ ഈ ജാതീയ മാർഗങ്ങളിൽ ആയിരുന്ന ആളുകൾ കർത്താവിനെ കൈക്കൊണ്ടപ്പോൾ അവർ പൂർണ്ണമായിട്ടും വിടേണ്ട കാര്യങ്ങളൊന്നും വിടാതെ ആ ജാതീയമായ കാര്യങ്ങൾ പിന്നെയും അവരെന്ത് ചെയ്തിരുന്നു? പിൻപറ്റുവാനിടയെ തീർന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആത്മീയമായ കാര്യം അവർ എക്സ്റ്റസിയുമായിട്ട് തുലനം ചെയ്യുവാനിടയെ തീർന്നു. എക്സ്റ്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്മാദം. നമ്മൾക്കറിയാൻ സാധിക്കും, ജാതീയ ശക്തികൾ, ജാതീയ ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ അവരുടെ പ്രധാന ആളുകളൊക്കെ എന്ന് പറയുന്നത്, ചില ആളുകൾ അവരിൽ ഒരു പൈശാചിക ശക്തി കടന്നു കൂടിയിട്ട് അവർ തുള്ളുകയും അവർ ഉറഞ്ഞു തുള്ളുകയും അവർ ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും. അങ്ങനെയുള്ളതായ ആ ഒരു ഉന്മാദം, ആ എക്സ്റ്റസി അനുഭവം ജാതീയ മാർഗത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവർ കണ്ടിട്ടുണ്ട്, ഇത് അവർ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ വന്നപ്പോൾ ദൈവത്തിൻ്റെ കൃപ അവർക്ക് ലഭിച്ചപ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അവർക്ക് ലഭിച്ചപ്പോൾ ആയതുപോലുള്ളതായ ഒരു അനുഭവമായിട്ടാണ് എന്താ അവർ മനസ്സിലാക്കിയിരുന്നത്? ദൈവത്തിൻ്റെ കൃപയെയും കുരുതിലുള്ളതായ വിശ്വാസികൾ മനസ്സിലാക്കിയിരുന്നത്. ആയതുപോലെ തന്നെ ഇന്തൂസിയാസം, ഡിവിനേഷൻ, ഡ്രീംസ്, ആയതുപോലെ ദർശനങ്ങൾ, വെളിപ്പാടുകൾ, ഇതൊക്കെ അവർ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെയും അവരതുപോലെ തന്നെ കോപ്പി ചെയ്യുവാനിടെ തീർന്നു. ആയതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റേതായ ആ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ദാനവും ലഭിച്ചപ്പോൾ ജാതീയ മാർഗം പോലെ തന്നെയാണ് ഇത് എന്ന് അവർ ചിന്തിക്കുകയും അത് അതുപോലെ തന്നെ അവർ കോപ്പി ചെയ്യുവാനിടയെ തീർന്നു. അതും ഇതും കൂടെ വ്യത്യാസം എന്തെന്ന് മനസ്സിലാക്കാതെ വണ്ണം അവർ പ്രവർത്തിപ്പാനിടയെ തീർന്നു. ആയതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലുള്ളതായ വിശ്വാസികളോട് പറയുന്നതായ കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മീയ വരങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരായി അജ്ഞരായിരിക്കരുത്. ഇഗ്നറൻസ് പാടില്ല. നിങ്ങൾക്ക് എന്ത് വേണം? അറിവുണ്ടാകണം എന്നാണ് പറയുന്നത്. അതെന്താണ് എന്നുള്ള കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്പിരിച്വൽ ഗിഫ്റ്റിനെ കുറിച്ച് പറയുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കുമ്പോൾ, സ്പിരിച്വൽ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെതായ ആത്മീയ അല്ലെങ്കിൽ സഭയുടേതായ ആത്മീയ പക്വതയ്ക്ക് വേണ്ടി, ആത്മീയ പരിപാലനത്തിന് വേണ്ടി, ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടി ദൈവം നൽകിയതായ അസാധാരണമായ കൃപയാണ് എന്തെന്ന് പറയുന്നത്? ദൈവിക ദാനം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മീയ ശുശ്രൂഷയിൽ സഭയുടേതായ ഉന്നമനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സഭയ്ക്ക്, ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം നൽകുന്നതായ എക്സ്ട്രാ ഗിഫ്റ്റാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസാധാരണമായ ഒരു കൃപയാണ് എന്തെന്ന് പറയുന്നത് ആത്മീയ ദാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഗിഫ്റ്റ്സ് ആർ ദ മോട്ടിവേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെതായ ആ പ്രചോദനം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരാളെ സജ്ജനാക്കുന്നതിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ട് പരിശുദ്ധാത്മാവ് എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു അധികമായിട്ട് കൊടുക്കുന്നതായ ഒരു കൃപയാണ് എന്തെന്ന് പറയുന്നത് ദാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനിയും ഇതാരാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നൽകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അത് നൽകുന്നത് ദൈവം തന്നെയാണ്. ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്, ഒരേ ആത്മാവ്, ഒരേ കർത്താവ്, ഒരേ ദൈവം എന്ന കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ വിവിധങ്ങളായ വരങ്ങൾ ഓരോരുത്തർക്കും ദൈവം നൽകുമ്പോൾ ഇതിൻ്റെ എല്ലാം സോഴ്സ് എന്ന് പറയുന്നത്, ഇതിൻ്റെ എല്ലാം ഉറവിടം എന്ന് പറയുന്നത് ആരാണ്? ദൈവമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ സഭയുടേതായ ഉന്നമനത്തിന് വേണ്ടി, പരിപാലനത്തിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, ഡെവലപ്മെൻറ്റിന് വേണ്ടി പരിശുദ്ധാത്മാവ് എക്സ്ട്രാ നൽകുന്നതായ വരം അല്ലെങ്കിൽ ദാനമാണ് എന്തെന്ന് പറയുന്നത് ആത്മീയ വരങ്ങൾ എന്ന് പറയുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെതായ പ്രചോദനത്താൽ നമുക്ക് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെതായ ഇൻസ്പിറേഷനിൽ നമുക്ക് ലഭിക്കുന്നതാണ് ദൈവത്തിൻ്റെ ദാനം എന്ന് പറയുന്നത്. ഇത് നൽകുന്നത് ദൈവം തന്നെയാണ്. ഇനിയും ഞാൻ മുമ്പേ ഓർമ്മപ്പെടുത്തി, ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആയതുപോലെ തന്നെ റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. എഫെസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിലും ഈ ആത്മീയ ദാനങ്ങളെക്കുറിച്ച്, ആത്മീയ വരങ്ങളെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 3
ലേഖനങ്ങൾ പഠിക്കുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നതായ കാര്യം എന്ന് പറഞ്ഞാൽ റോമാ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു ഈ ദാനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ദാനം, പിതാവായ ദൈവം നൽകുന്ന ദാനമായിട്ടാണ് റോമാ ലേഖനത്തിൽ എന്ത് കാണുന്നതെന്ന് അറിയുമോ? ആത്മീയ വരങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇനിയും എഫേസ്യ ലേഖനത്തിലാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു പുത്രനായ ക്രിസ്തു നൽകുന്നതായ ദാനമായിട്ടാണ് നമുക്ക് ആ വരങ്ങളെ കാണുവാൻ കഴിയുന്നത്. ഇനിയും കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോഴാണെങ്കിൽ പരിശുദ്ധാത്മാവ് നൽകുന്നതായ വരമായിട്ടാണ് നമ്മൾക്ക് എന്ത് കാണുവാൻ കഴിയുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആയതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ മറ്റൊരു കാര്യം, ഇതെന്തിനു വേണ്ടിയാണ് ദൈവം നൽകുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ആത്മദാനം നൽകുന്നു, അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവാകുന്ന ദൈവവും, ട്രയൂൺ ഗോഡ്, ത്രിയേക ദൈവം നൽകുന്നതായ ദൈവത്തിൻ്റെ അസാധാരണമായ ദാനമാണ്, കൃപയാണ് എന്തെന്ന് പറയുന്നത് ദൈവിക വരങ്ങൾ അല്ലെങ്കിൽ ആത്മീയ വരങ്ങൾ എന്ന് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, വൈ ദിസ് ഗിഫ്റ്റ്? എന്തിനു വേണ്ടിയാണ് ദൈവം ഈ ദാനങ്ങളെ നമുക്ക് നൽകിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സ്പിരിറ്റ് ഫോർ ദ കോമൺ ഗുഡ്. അതായത് പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? ദൈവം ദാനങ്ങളെ നൽകിയിരിക്കുന്നത് സഭയുടേതായ പൊതുവായ പ്രയോജനത്തിന് വേണ്ടി. ആയതുപോലെ തന്നെ സഭയുടേതായ കെട്ടുപണിക്ക് വേണ്ടി, സഭയുടേതായ സ്ട്രെങ്ത് നിലനിർത്തുവാൻ വേണ്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ പെരുപ്പമല്ല പറയുന്നത്, ആത്മീയ സ്ട്രെങ്ത് നിലനിർത്തുവാൻ വേണ്ടിയാണ് എന്ത് തന്നിരിക്കുന്നതെന്ന് അറിയുമോ? ദൈവം തൻ്റെ ദാനം നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയും അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബിൽഡിംഗ് അപ്പ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെതായ ശരീരമാകുന്ന സഭയുടെ കെട്ടുപണിക്ക് വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ദാനം നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയും ഇതാർക്കാണ് ദൈവം നൽകുന്നത് ഇതാരാണ് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവാണ് ഈ ദാനം നൽകുന്നത്. അപ്പോൾ വളരെ ലളിതമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതായത് ശ്രദ്ധിക്കുക, എന്താണ് ഈ ആത്മദാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സഭയുടേതായ കെട്ടുപണിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നൽകുന്നതായ എക്സ്ട്രാ നൽകുന്നതായ അല്ലെങ്കിൽ അധികമായി നൽകുന്നതായ ആ ശക്തിയാണ്, ആ പ്രചോദനമാണ്, അല്ലെങ്കിൽ ആ കഴിവാണ്, ആ കൃപയാണ് എന്തെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ ദാനം എന്ന് പറയുന്നത്. ഇത് നൽകുന്നത്, അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ദൈവമാണ് നൽകുന്നത്. ത്രിയേക ദൈവം നൽകുന്നു. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവാം ദൈവവും ഇതിൻ്റെ ദാതാക്കളായിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആയതുപോലെ തന്നെ എന്തിനു വേണ്ടിയാണ് ഇത് നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ്. ഒരു വ്യക്തിയുടെയും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടേതായ പേര് നിലനിർത്തുവാനോ ഒരു വ്യക്തിയുടേതായ മഹത്വത്തിന് വേണ്ടിയോ അല്ല, പകരം സഭയുടേതായ വളർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയാണ് ഇത് നൽകുന്നത്. ഇനിയും ഇത് ആർക്കാണ് നൽകുന്നത്, ആർക്ക് ലഭിക്കുന്നു, ആർക്ക് ലഭിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇത് എല്ലാ മനുഷ്യർക്കും എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ഈ ദാനം ദൈവം നൽകുന്നുണ്ട്. എല്ലാ മനുഷ്യർക്കും ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ഈ ദാനത്തെ ദൈവം നൽകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒരു വ്യക്തി പോലും ദൈവത്തിൻ്റെതായ ദാനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ ഗിഫ്റ്റ് അല്ലെങ്കിൽ കൃപ ഇല്ലാത്തവരായിട്ടില്ല. എല്ലാ മനുഷ്യർക്കും ദൈവം നൽകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ടതായ കാര്യം. എന്നാൽ എല്ലാവർക്കും എല്ലാ ദാനങ്ങളും ദൈവം എന്ത് ചെയ്യുന്നില്ല? ഒരുപോലെ നൽകുന്നില്ല എന്നുള്ള കാര്യങ്ങളുടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്നു. ഇനിയും അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ കൃപയില്ലാത്തതായ ഒരു മനുഷ്യൻ പോലും ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. എല്ലാ മനുഷ്യർക്കും ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ഇത് നൽകുന്നു. ഇനിയും ഇതിൻ്റെ ഉദ്ദേശം, നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഒന്ന്, സഭയുടേതായ കെട്ടുപണിക്ക് വേണ്ടിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സഭയുടേതായ പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ദാനങ്ങൾ നൽകുന്നത്. ഇനിയും ഞാനിവിടെ പറഞ്ഞു, 3 ലേഖനങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെതായ വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 3 ലേഖനങ്ങളിലും പറയുമ്പോഴും 3 വ്യത്യസ്തമായ കാര്യങ്ങളിലാണ് ഈ വരങ്ങളെക്കുറിച്ച് പറയുന്നത്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഓഫ് ദ സ്പീച്ച്, അല്ലെങ്കിൽ സംസാരിക്കുവാനുള്ളതായ ആ കൃപ. അതാണ് അന്യഭാഷ, വ്യാഖ്യാനപരം, അതുപോലെ തന്നെ പ്രവചനപരം. ഇതെല്ലാം ഗിഫ്റ്റ് ഓഫ് ദ സ്പീച്ച് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അപ്പോൾ ദാനങ്ങളെ 3ആയിട്ട് വിഭജിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഓഫ് സ്പീച്ച്. അതിനകത്ത് വരുന്നത് ടങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ ടങ്, അൺനോൺ ടങ്. ഇത് ദൈവത്തിൻ്റെ ദാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുക, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, വ്യാഖ്യാനം ഇല്ല എങ്കിൽ അന്യഭാഷ സംസാരിക്കുന്നവൻ എന്ത് ചെയ്യട്ടെ? മിണ്ടാതിരിക്കട്ടെ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയാം നിങ്ങളോട്. നമുക്കൊക്കെ അതിനെക്കുറിച്ചുള്ളതായ പല ചിന്തകളുണ്ട്. ആ ചിന്ത നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കി പോകേണ്ടതായിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ
ആ ഗിഫ്റ്റ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഓഫ് സ്പീച്ച്. അതിനകത്ത് അടങ്ങുന്നതാണ് അന്യഭാഷ, വ്യാഖ്യാനം, അതുപോലെ തന്നെ പ്രവചനം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഓഫ് റെവലേഷൻ എന്ന് പറഞ്ഞാൽ വെളിപ്പാടിൻ്റെതായ ആ ദാനം. ആ വെളിപ്പാടിൻ്റെ ദാനത്തിലാണ് വരുന്നത് വിസ്ഡമോ അല്ലെങ്കിൽ വേർഡ് ഓഫ് വിസ്ഡം, ജ്ഞാനം, അതുപോലെ തന്നെ അറിവ്, പിന്നെ സ്പിരിച്വൽ ഡിസേൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ വിവേചിക്കുവാനുള്ള കഴിവ്. ഈ മൂന്ന് കാര്യങ്ങൾ വരുന്നത് ഗിഫ്റ്റ് ഓഫ് റെവലേഷൻ എന്നുള്ള ദൈവം നൽകുന്നതായ ദാനമാണ് ഗിഫ്റ്റ് ഓഫ് റെവലേഷൻ അല്ലെങ്കിൽ വെളിപ്പാടിൻ്റെ ദാനം. ആ വെളിപ്പാടിൻ്റെ ദാനത്തിൽ ലഭിക്കുന്നതായ കാര്യങ്ങളാണ് വിസ്ഡം, നോളജ് ആൻഡ് ഡിസൈനിങ് പവർ. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗിഫ്റ്റ് ഓഫ് സർവീസ് എന്നതാണ് അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്നാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഓഫ് സർവീസ് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെന്തെല്ലാമാണ് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം, അതുപോലെ തന്നെ ഹീലിംഗ്, രോഗശാന്തി, അതുപോലെ തന്നെ ഗിഫ്റ്റ് ഓഫ് മിറക്കിൾ, അത്ഭുതം ചെയ്യുവാനുള്ളതായ ആ കഴിവ്. അപ്പോൾ ഇതെല്ലാം സർവീസിൻ്റെ അണ്ടറിലാണ് വരുന്നത്, അല്ലെങ്കിൽ ശുശ്രൂഷ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് കാര്യങ്ങൾ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം ദൈവം എല്ലാവർക്കും നൽകിയിരിക്കുന്നു. എല്ലാവർക്കും എല്ലാ ദാനങ്ങളും ഇല്ല, എന്നാൽ ഒരു ദാനം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയുമില്ല. ഓരോരുത്തർക്കും ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ഈ ദാനങ്ങളെ നമ്മൾക്ക് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് ഞാനിവിടെ പറഞ്ഞത് ഗിഫ്റ്റ് ഓഫ് സ്പീച്ച്. ആ ഗിഫ്റ്റ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നതിൻ്റെ അടിയിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത് അന്യഭാഷയിൽ സംസാരിക്കുക, വ്യാഖ്യാനം, അതുപോലെ തന്നെ പ്രവചനം. ഇത് മൂന്നും ഗിഫ്റ്റ് ഓഫ് സ്പീച്ച് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞത്, രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഗിഫ്റ്റ് ഓഫ് റെവലേഷൻ, വെളിപ്പാടിൻ്റെ ദാനം. വെളിപ്പാടിൻ്റെ ദാനത്തിൽ വരുന്നതാണ് വേർഡ് ഓഫ് വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനം, അറിവ്, നോളജ്, അതുപോലെ തന്നെ ഡിസൈനിങ് പവർ, തെറ്റും ശരിയും തമ്മിൽ തിരിച്ചറിയുവാനുള്ളതായ കൃപ. അതും ദൈവത്തിൻ്റെ ദാനമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് സർവീസ്. ആ സർവീസിൻ്റെ അടിയിൽ വരുന്നതാണ്, അല്ലെ അണ്ടറിൽ വരുന്നതാണ് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെതായ ആ ദാനം. ഹീലിംഗ് മിനിസ്ട്രി അല്ലെങ്കിൽ രോഗശാന്തിയുടെ വരം, അതുപോലെ തന്നെ ഗിഫ്റ്റ് ഓഫ് മിറക്കിൾ എന്നീ കാര്യങ്ങൾ. അങ്ങനെ വ്യത്യസ്തങ്ങളായ ദാനങ്ങളാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. ഈ ദാനങ്ങളെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇതെല്ലാം നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഈ ദാനങ്ങളെ വ്യത്യസ്തങ്ങളായിട്ട് ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അത് എഫെസ് ലേഖനത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്പിരിച്വൽ ഗിഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സഭയുടെ പരിപാലനത്തിന് വേണ്ടി ശുശ്രൂഷകന്മാർക്ക് ദൈവം നൽകിയതായ പ്രധാനപ്പെട്ടതായ 5 ഗിഫ്റ്റിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അത് 5 ഓഫീസേഴ്സ് അല്ലെങ്കിൽ 5 ഓഫീസ് അല്ലെങ്കിൽ 5 ശുശ്രൂഷക വൃന്ദത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. ഇങ്ങനെ 5 വിഭാഗത്തിൽപ്പെട്ടതായ കാര്യമാണ് അല്ലെങ്കിൽ ഓഫീസാണ് സഭയ്ക്ക് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? സഭയുടെ ശുശ്രൂഷകന്മാർക്ക് ദൈവം നൽകിയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിവിടെ വായിച്ച ആദ്യത്തെ വാക്യം എന്ന് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കൊരിന്ത്യ ലേഖനം 12 1 വാക്യത്തിൽ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ ആത്മീയ വരങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവർ ആകരുത്. അപ്പോഴേ ഈ കൊരിന്ത സഭയിൽ പലവിധമായ കാര്യങ്ങൾ, ആത്മീയമായ ദാനങ്ങളും വരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് അവർക്ക് എന്തില്ലായിരുന്നു? അറിവില്ലായിരുന്നു, അവർക്ക് പരിജ്ഞാനമില്ലായിരുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് അവരെ പ്രോപ്പറായിട്ട് ലീഡ് ചെയ്യുവാൻ ഒരു ഇടയൻ അവർക്കുണ്ടായിരുന്നില്ല. പൗലോസ് അപ്പോസ്തലനുണ്ടായിരുന്നു. പൗലോസ് വചനം പഠിപ്പിച്ചു. പൗലോസിൻ്റെ വചനം കേട്ട് അനേകർ കർത്താവിനെ കൈക്കൊണ്ടു. അങ്ങനെ അവർ രക്ഷയുടെ അനുഭവത്തിൽ വരുവാനായി തീർന്നു. പിന്നീട് പൗലോസ് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സഭയിലെ മൂപ്പന്മാരെയാണ് പിന്നെന്ത് ചെയ്തിരുന്നതെന്ന് അറിയാമോ? ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ നിയോഗിച്ചിരുന്നത്. ഈ മൂപ്പന്മാർക്കും അധികം വചനപരിജ്ഞാനവും വചനം പഠിപ്പിക്കുവാനുള്ളതായ കഴിവും ഉണ്ടായിരുന്നില്ല. അവർക്ക് ദൈവം കൊടുത്ത കൃപയ്ക്കനുസരിച്ച് അവർ നടന്നിരുന്നു. എന്നാൽ ഈ സഭയിലേക്ക് ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തിയതുപോലെ ജാതീയ മാർഗങ്ങളിൽ അവരെങ്ങനെയെല്ലാം പോയിരുന്നോ, എന്തെല്ലാം അവർ അഡോപ്റ്റ് ചെയ്തിരുന്നോ, അതെല്ലാം എന്ത് ചെയ്തിരുന്നു? സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരാനിടയിൽ തീർന്നു. എക്സ്റ്റസിയും ഇന്തൂസിയാസവും ഡിവിനേഷനും ഡ്രീംസ്, ആയതുപോലെ വെളിപ്പാടുകൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ കൊണ്ടുവരുവാനിടയിൽ തീർന്നു. ആയതുപോലെ തന്നെ
കൃപകളും വരങ്ങളും ഒക്കെ ലഭിച്ച്, പ്രവചനപരം, വ്യാഖ്യാനപരം, ഇതൊക്കെ ലഭിച്ച ആളുകൾ അവരവരുടെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ വീണ്ടും അതിന് മുകളിൽ കയറി സംസാരിക്കുന്ന അങ്ങനെയുള്ളതായ പരിജ്ഞാനമില്ലാത്തതായ കാര്യങ്ങളൊക്കെ സഭയ്ക്കകത്ത് ഉണ്ടാകുവാനിടയിൽ തീർന്നു. ദൈവപരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതിൽ കൂടെയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ അറിവ് അവർക്ക് ലഭിച്ചു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ പ്രായോഗികമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാലിശ്യമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ലഭിക്കാനിടയിൽ തീർന്നു. എന്നാൽ ക്രിസ്തുവിൽ വളരുന്നതിനെക്കുറിച്ച് തുടർന്ന് പഠിപ്പിക്കുവാൻ പൗലോസിൻ്റെ അസാന്നിധ്യത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഈ മൂപ്പന്മാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ മൂപ്പന്മാർക്ക് അറിവിന് പരിമിതി ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നപ്പോൾ പലവിധമായ ആകായ്മകളും സഭയ്ക്കകത്തേക്ക് കൂടുവാനിടയിൽ തീർന്നു. അങ്ങനെ സഭ ദൈവത്തിൻ്റെതായ പ്രവൃത്തിയിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പാതയിൽ നിന്ന് അല്പം വിഭിന്നമായി തീരുവാൻ, അല്ലെങ്കിൽ വ്യതിചലിക്കുവാനിടയിൽ തീർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അത് മനസ്സിലാക്കിയാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ആത്മീയ വരങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യരുത്, അറിവില്ലാത്തവർ ആകരുത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, മായമില്ലാത്ത വചനം, ആ വചനം നമ്മൾ പഠിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കത്തുള്ളൂ എന്നറിയാമോ? ദൈവിക പരിജ്ഞാനം ലഭിക്കത്തുള്ളൂ. ഞാനിവിടെ പറഞ്ഞു, അറിവ്, വിസ്ഡം എന്ന് പറയുന്നതും നോളജ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. പരിജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ അറിവിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നതാണ് പരിജ്ഞാനം. അപ്പം പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ, നശിച്ചു പോകുന്നു. നമ്മൾക്ക് ജ്ഞാനമുണ്ട്, ലോകപ്രകാരം അറിവുണ്ട്, വളരെ കഴിവും മിടുക്കും നമുക്ക് അറിവുമൊക്കെ ഉണ്ട്. പക്ഷേ ദൈവിക പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദൈവിക പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് ജനം എന്ത് ചെയ്യുന്നു? ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ പ്രോപ്പറായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ട് ജനം നശിച്ചു പോകുന്നു എന്നാണ് പ്രവാചകൻ പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കൊരിന്ത് സഭയിലും അങ്ങനെ പരിജ്ഞാനമില്ലാത്തതായ അനുഭവങ്ങൾ കടന്നുകൂടുവാനിടയിൽ തീർന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ദൈവത്തിൻ്റെ സഭയ്ക്ക് ദൈവം വ്യത്യസ്തങ്ങളായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇടയന്മാരെ, അല്ലെങ്കിൽ സഭയുടെ പരിപാലനത്തിന് വേണ്ടി വ്യത്യസ്തങ്ങളായ ശുശ്രൂഷക വൃന്ദത്തെ ദൈവം നൽകിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എഫെസ്യ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഇതാണ്. 4-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? 4-ാം അധ്യായം ശ്രദ്ധിക്കുക. 5 ശുശ്രൂഷ വൃന്ദങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായ, അപ്പോസ്തലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയക്കപ്പെട്ടവൻ എന്നാണ് വാക്കിനർത്ഥം. നമ്മൾക്കറിയാം, ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അയക്കപ്പെട്ടവൻ. ആദ്യത്തെ അപ്പോസ്തലൻ ആരാണെന്ന് ഓർക്കുന്നുണ്ടോ? ആരാ ആദ്യത്തെ അപ്പോസ്തലൻ? യേശു ക്രിസ്തു. പിതാവായ ദൈവം തൻ്റെ ദൗത്യം നിറവേറ്റുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ച ആദ്യ അപ്പോസ്തലൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അപ്പോൾ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ ദൗത്യ നിർവഹണത്തിന് വേണ്ടി അയക്കപ്പെട്ട ആളിനെയാണ് അപ്പോസ്തലൻ. ഇനി 2 പ്രവാചകൻ. പ്രവാചകൻ എന്ന് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പിന്നീട് പറയാം. പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മനുഷ്യന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളിനെയാണ് ആരെന്ന് പറയുന്നത്? പ്രവാചകൻ എന്ന് പറയുന്നത്. അടുത്ത് ചിലരെ സുവിശേഷകന്മാരായിട്ട്, കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രഖ്യാപനത്തിന് വേണ്ടി, പ്രൊക്ലമേഷന് വേണ്ടി, അതിൻ്റെ വ്യാപനത്തിന് വേണ്ടി, വചനം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒക്കെ ആയിട്ട് ആക്കിയിരിക്കുന്ന ആളുകളാണ് സുവിശേഷകൻ. ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? സുവിശേഷകൻ എന്നതാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് പരിമിതിയില്ലാതെ ആരോടും എവിടെയും പോയി എന്ത് ചെയ്യാം? കർത്താവിൻ്റെ വചനം പറയുവാൻ. അപ്പോൾ ഓരോ ദൈവ പൈതലിനെയും ദൈവം ഒരു സുവിശേഷകനായിട്ടാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ സുവിശേഷകൻ. അടുത്ത് ചിലരെ ഇടയന്മാരായിട്ട്, സഭയുടെ പരിപാലനത്തിന് വേണ്ടി. ഞാൻ മുമ്പേ ഓർമ്മപ്പെടുത്തിയിരുന്നു, കൊരിന്ത് സഭയിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഇടയനില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് പല ആകാത്തതും അരുതാത്തതും ഒക്കെ സഭയ്ക്കകത്ത് കടന്നുകൂടുവാനിടയത്. അപ്പോൾ സഭയുടെ ശരിയായ പരിപാലനത്തിന് വേണ്ടി ഇടയനെ ദൈവം ആക്കി വെച്ചിരിക്കുന്നു, ശുശ്രൂഷനെ അല്ലെങ്കിൽ പാസ്റ്ററെ ദൈവം ആക്കി വെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇടയന്മാർ. പിന്നെ ഉപദേഷ്ടാക്കന്മാർ, വചനം പ്രോപ്പറായി പഠിപ്പിക്കുന്നവർ. ഉപദേഷ്ടാക്കന്മാർ എന്ന് പറഞ്ഞാൽ പലവിധമായ ദുരുപദേശങ്ങൾ സഭയ്ക്കകത്തേക്ക് കടന്നുകൂടുവാൻ സാധ്യത വളരെയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് ശരിയായി പഠിപ്പിക്കുവാൻ വേണ്ടി ഉപദേഷ്ടാക്കന്മാരെ ദൈവം ആക്കി വെച്ചിരിക്കുന്നു എന്നാണ് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണ്? തുടർന്നുള്ള വേദഭാഗങ്ങളൊന്ന് വായിക്കാമോ? എന്തിനു വേണ്ടിയാണ് ദൈവം, വൈ ഗോഡ് സെലക്ടഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഫീസ്, എന്തിനു വേണ്ടിയാണ് ദൈവം വ്യത്യസ്തങ്ങളായ ഈ ശുശ്രൂഷന്മാരെ ആക്കിയിരിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. എന്തിനു വേണ്ടിയാ? ആ ആ ആ ആ
ശ്രദ്ധിക്കുക, എന്തിനു വേണ്ടിയാണ് ഈ ഇടയന്മാരെ ദൈവം സഭയ്ക്ക് ശുശ്രൂഷക വൃന്ദത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നതാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. നമ്മൾ വായിച്ചു വിടുമ്പോൾ, വേഗത്തിൽ വായിച്ചു വിടുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. നോക്കുക, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫോർ ദ എക്യുപ്മെൻറ്റ് ഓഫ് ദ സെയിൻസ്, ഫോർ എക്യുപ്പിംഗ് ദ സെയിൻസ്, വിശുദ്ധന്മാരുടേതായ യഥാസ്ഥാനത്തിനു വേണ്ടി, അല്ലെങ്കിൽ അവരെ എക്യുപ്പ് ചെയ്യുന്നതിന് വേണ്ടി, തൻ്റെ സഭയാം ശരീരത്തെ എക്യുപ്പ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എന്താ എക്യുപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കരുത്തുള്ളവരാക്കുക, ബലമുള്ളവരാക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സഭയിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ശുശ്രൂഷക വൃന്ദത്തെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. അതിന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് അപ്പ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ സഭയെ കെട്ടുപണിയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സഭയെ പണിയുന്നതിന് വേണ്ടി. ഈ രണ്ട് കാര്യം, ഒന്ന് എക്യുപ്പ് ചെയ്യുക, രണ്ട് ബിൽഡ് ചെയ്യുക. രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് ഈ 5 ശുശ്രൂഷകന്മാരെ ദൈവം സഭയ്ക്ക് ആക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലാക്കുക, ഒന്നാമത്തെ കാര്യം അവരെ എക്യുപ്പ് ചെയ്യുക, രണ്ടാമത്തെ കാര്യം ബിൽഡ് ചെയ്യുക. ആ രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയും ഈ എക്യുപ്പ് ചെയ്യുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറയുന്നത് കാട്രാസ്റ്റോമായി എന്നുള്ളതായ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുക. കാട്രസ്റ്റോമായി എന്നതായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്ക് വാക്കൊന്നും കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പൊട്ടിപ്പോയ അണിയെ എന്ത് ചെയ്യുക, വീണ്ടും കൂട്ടിച്ചേർക്കുക എന്ന ആ പദത്തിൻ്റെ അർത്ഥം. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. 1-ാമത്തെ അധ്യായം 19-ാമത്തെ അധ്യായത്തിൽ എന്ത് ചെയ്തെന്നറിയാമോ, കർത്താവ് ചിലരെ കാണുന്നു, അവരെന്ത് ചെയ്യുന്നു, ആ വല നന്നാക്കുന്നതായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോയ ആ വലയുടേതായ അണികൾ എന്ത് ചെയ്യുക, അവർ യഥാസ്ഥാനപ്പെടുത്തുന്നു. അതാണ് ഈ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ എക്വിപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുവൻ ദൈവത്തിൻ്റെ കൃപയെ അനുഭവിച്ചവനാണ്, എന്നാൽ പിന്നത്തേതിൽ പതുക്കെ എന്ത് ചെയ്തു, ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയി. ആ അന്യപ്പെട്ടു പോയ ആ വ്യക്തിയെ യഥാസ്ഥാനപ്പെടുത്തുക, ദൈവകൃപയിലേക്ക് കൊണ്ടുവരിക, ദൈവിക കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരിക. ഇതിനു വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നതെന്നറിയാമോ, ദൈവം ശുശ്രൂഷകന്മാരെ ആക്കി വെച്ചിരിക്കുന്നത്. പലതരത്തിൽ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന്, ദൈവകൃപയിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അകന്നകന്നു പോകാൻ പല കാരണങ്ങൾ കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട് അകന്നു പോകാനിടയായിത്തീരും. അങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകാനിടയായിത്തീരും. അങ്ങനെ അന്യപ്പെട്ടു പോകുന്ന ആളുകളെ വീണ്ടും ദൈവകൃപയിലേക്ക്, ആ ദൈവിക കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി, അങ്ങനെ ദൈവത്തിൻ്റെ സഭയെ പണിയുവാൻ വേണ്ടി, ദൈവത്തിൻ്റെതായ വിശുദ്ധന്മാരെ എക്വിപ്പ് ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നതെന്നറിയാമോ, ശുശ്രൂഷകന്മാരെ ദൈവമാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നോക്കുക, എങ്ങനെയാണ് സഭയെ പണിയേണ്ടത് എന്നുള്ള കാര്യം പൗലോസ് അപ്പോസ്തലൻ എഫെസ്യ ലേഖനത്തിൽ അവിടെ വളരെ വ്യക്തമായി പറയുന്നു. എന്ത് ചെയ്യണം, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാക്കുക. തന്നെയുമല്ല, രണ്ടാമത്തെ കാര്യം പറയുന്നു, ദൈവപുത്രനെ കുറിച്ചുള്ളതായ ശരിയായ പരിജ്ഞാനം സഭയ്ക്കുണ്ടാകുക. അപ്പോൾ നോക്കിയേ, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാക്കുക, ദൈവസഭയെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തെ വിശ്വാസത്തിൽ എങ്ങനെയുള്ളവരാക്കുക, ഉറപ്പുള്ളവരാക്കുക. രണ്ടാമത്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ പ്രോപ്പറായ അറിവ് അല്ലെങ്കിൽ ശരിയായ അറിവ്. യേശുക്രിസ്തു രോഗസൗഖ്യം തരുന്നവനാണ്, അല്ലെങ്കിൽ കാര്യം സാധിച്ചു തരുന്നവനാണ്, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനാണ് എന്നുള്ള അറിവ് മാത്രമല്ല, യേശുക്രിസ്തു ആരാണ്, എന്തിനു വന്നു, എന്താണ് നമ്മുടെ ജീവിതത്തിൽ എന്നതായ കാര്യം, നമുക്ക് അതുകൊണ്ട് എന്ത് ഐഡൻറ്റിറ്റിയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് അറിയിക്കുവാൻ അതിനുവേണ്ടിയാണ് ശുശ്രൂഷന്മാരെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. അതാ പറയുന്നത്. ഇനിയും അടുത്ത കാര്യം പറയുന്നത് ഐക്യതയിൽ തികഞ്ഞവരാക്കുക. ദൈവത്തിൻ്റെ സഭയെ എന്ത് ചെയ്യാമെന്ന് അറിയാമോ, ഐക്യതയിൽ തികഞ്ഞവരാക്കുക. ഞാൻ മുമ്പേ ഓർമ്മപ്പെടുത്തി, സഭയുടെ യൂണിഫോമിറ്റി അല്ല പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഐക്യതയാണ് പ്രധാന വിഷയം, യൂണിറ്റിയാണ് പ്രധാന വിഷയം. അപ്പോൾ സഭയിൽ ഉന്നതന്മാർ ഉണ്ട്, ജ്ഞാനത്തിൽ അറിവുള്ളവരുണ്ട്, അപ്പോൾ തന്നെ അറിവില്ലാത്തവരുണ്ട്, ആരോഗ്യം ഉള്ളവരുണ്ട്, ആരോഗ്യം കുറഞ്ഞവരുണ്ട്, പണമുള്ളവരുണ്ട്, പണമില്ലാത്തവരുണ്ട്, പ്രൈഡുള്ളവരുണ്ട്, ആയതുപോലെ തന്നെ ഹമ്പിളായിട്ടുള്ളവരുണ്ട്. ഇവരെല്ലാം വ്യത്യസ്തങ്ങളായ ആളുകൾ ചേർന്നതാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. സഭ എന്ന് പറയുമ്പോൾ ഏകമായിരിക്കണം, അത് പരിശുദ്ധമായിരിക്കണം, അത് യൂണിവേഴ്സലായിരിക്കണം എന്നാണ് സഭയുടെ നിയമം. അപ്പോൾ ആ സഭയ്ക്കകത്ത് എന്തുണ്ട്, വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ അവയവങ്ങളാണുള്ളത്. നമ്മൾ ഓരോരുത്തരും സഭയാം ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ അവയവങ്ങളെല്ലാം എന്തായിരിക്കണം, ആരോഗ്യമുള്ളതായിരിക്കണം. ഈ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം ആരോഗ്യമുള്ളതാണെങ്കിൽ മാത്രമേ ഈ ശരീരം ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ അറിവ് കൂടിയവരുണ്ട്, അറിവ് കുറഞ്ഞവരുണ്ട്, വിശ്വാസം കൂടുതലുള്ളവരുണ്ട്, വിശ്വാസം കുറഞ്ഞവരുണ്ട്, ആത്മീയ തീക്ഷ്ണത കൂടുതലുള്ളവരുണ്ട്, കുറഞ്ഞവരുണ്ട്. ഇവരെയെല്ലാം ഒരുപോലെ കൊണ്ടുപോകുക എന്നതാണ് ഒരു ഇടയൻ്റെ ദൗത്യം. അതിന് വചനം പഠിപ്പിക്കുക,
ആയതുപോലെ തന്നെ അവരെ സുവിശേഷത്തിന് വേണ്ടി സജ്ജരാക്കുക, യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം അവർക്ക് നൽകി കൊടുക്കുക. ആയതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു, ക്രിസ്തു ആഗ്രഹിക്കുന്ന അളവിലേക്ക് സഭയെ എന്ത് ചെയ്യുക? വളർത്തുക. നമ്മളവിടെ വായിച്ച വേദഭാഗത്ത് എന്തിനു വേണ്ടിയാണ് ദൈവം ഇടയന്മാരെ, അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും സുവിശേഷകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും പുരോഹിതന്മാരെ അല്ലെങ്കിൽ പാസ്റ്റേഴ്സിനെ ആക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മൾ പ്രാപിക്കുവാൻ അവരിൽ കൂടെ ഉപദേശം ലഭിക്കുക. തന്നെയുമല്ല, സഭയുടേതായ ഐക്യതയ്ക്ക് വേണ്ടി. അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ സമ്പൂർണത പ്രാപിപ്പാൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ തലയോളം നമ്മൾ എന്ത് ചെയ്യുക? വളരുവാൻ. ക്രിസ്തുവിൻ്റെ പൂർണ്ണത, അതാ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്നും ശൈശവപ്രായത്തിൽ ഇരിക്കുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുന്നത് വചന കേൾവിയിൽ കൂടെ, വചനത്തിൻ്റെതായ ശുശ്രൂഷയിൽ കൂടെ, ആത്മീയ ശുശ്രൂഷയിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രിസ്തുവിൻ്റെ തലയോളം, ക്രിസ്തുവിൻ്റെ പക്വതയിൽ നമ്മൾ എത്തിച്ചേരുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? ദൈവം ഈ ഇടയന്മാരെ, ശുശ്രൂഷന്മാരെ ആക്കിയിരിക്കുന്നത്. അടുത്ത കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം എന്ത് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ 7 എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം 9 എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്നുള്ള കാര്യം അടുത്ത ക്ലാസ്സിൽ ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് ഒന്ന് ചിന്തിക്കുവാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ ബലപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്.